എൻ്റെ പേര് ശുഭ ഉണ്ണികൃഷ്ണൻ. ഞാൻ ട്രിവാൻഡ്രം പട്ടത്ത് മഹിമ സ്റ്റിച്ചിങ് സെന്റർ എന്ന സ്ഥാപനം നടത്തി വരികയാണ്. 2001 ഞാൻ ഈ സ്ഥാപനം ആരംഭിച്ചത്. വളരെ ചെറിയ തോതിലാണ് തുടങ്ങിയത്. ഞാനൊരു സാധാരണ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു ആളാണ്. ഞങ്ങൾ ഒരു വലിയ ഫാമിലി ആയിരുന്നു. 10 പേരുണ്ടായിരുന്നതിൽ കൂടുതലും സ്ത്രീകളായിരുന്നു. എല്ലാവരെയും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം, സ്വന്തം കാലിൽ നിർത്തണം എന്നുള്ളതായിരുന്നു അച്ഛന്മാരുടെ ആഗ്രഹം. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഞാനും ഒരു MSc കാരിയായി. ആഗ്രഹിച്ചത് വേറെ പഠിക്കാനാണ്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാനായിരുന്നെങ്കിലും അന്ന് അതിനുള്ള വലിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ കേരളത്തിൽ അതിനുള്ള കോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ MSc കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് ഞാൻ ഊരിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് അവർ കോളേജിൽ 16 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അതിൽ എനിക്ക് നല്ലൊരു ശിഷ്യസമ്പത്തുണ്ട്. അതിൽ ഞാൻ ഹാപ്പിയാണ്. എന്നാലും എന്റെ പാഷൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ഫീൽഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹം മനസ്സിൽ വെച്ചിരുന്നു. അത് വളർത്തി 40 വയസ്സിന് ശേഷമാണ് ഞാൻ എന്റെ ഈ ബിസിനസ് ആരംഭിക്കുന്നത്. ഇന്ന് ഒരുവിധം അത് നന്നായി പോകുന്നുണ്ട്. 10-20 പേർക്ക് ജോലി കൊടുക്കാനായിട്ടുണ്ട്. വളരെയധികം വർക്ക് കിട്ടുന്നുണ്ട്. സിറ്റിയിലെ മിക്ക സ്കൂളുകളിലും സ്കൂളുകാരും വർക്കിന് വേണ്ടി എന്റെ അടുത്ത് വരാറുണ്ട്. പല സ്കൂളുകളിലും ഫുൾ യൂണിഫോം, ആനിവേഴ്സറി കോസ്റ്റ്യൂംസ് എല്ലാം ചെയ്യുന്നുണ്ട്. റിയാലിറ്റി ഷോയ്ക്കൊക്കെ നേരത്തെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. എന്റെ ബിസിനസ്സിൽ ഞാൻ എപ്പോഴും ഒരു സാമ്പത്തിക അച്ചടക്കം പാലിച്ചിരുന്നു. അതായത് തുടക്കം മുതൽ തന്നെ ഒരു ബാങ്ക് ലോൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് കഴിയുന്നതും കുറച്ചു കൊണ്ടുവരാനും അതുപോലെ എപ്പോഴും നല്ല ചിട്ടയായിട്ട് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ നോക്കിയതുകൊണ്ടാണ് എന്റെ ബിസിനസ്സിൽ ഒരു ഉയർച്ച ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വനിതാ ദിനത്തിൽ നമ്മള് സ്ത്രീകളോട് പറയാനുള്ളത്, എല്ലാവരുടെ ഉള്ളിലും ഒരു കഴിവുണ്ട്. അതിന് നമുക്കൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വളർത്തിയെടുത്ത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്കിയെടുക്കാം. നമുക്കൊരു വരുമാനമാകും. അതോടൊപ്പം തന്നെ നമുക്കൊരു മനസ്സിന് ഉള്ള ഒരു സുഖം, അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. അപ്പൊ എല്ലാവരും ആരും വീട്ടിൽ ഇരുന്ന് സമയം കളയാതെ മാക്സിമം നമുക്കുള്ള ടൈം യൂട്ടിലൈസ് ചെയ്ത് സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും ഒരു താങ്ങും തണലുമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തം ഉയർച്ചയ്ക്ക് സ്വന്തം നിലയിൽ പൈസ ഉണ്ടാക്കി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.